കാർ സ്റ്റാർട്ടായി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഡിസ്പ്ലേ. വാർണിംഗ് ലൈറ്റൊക്കെ കുറേയൊക്കെ ഓഫായി പോയി. സ്റ്റാർട്ടാക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇത് എൻജിൻ്റെ ടെമ്പറേച്ചർ, കോൾഡ്, ഹോട്ട് അങ്ങനെയുള്ളതൊക്കെ നോർമലി ഏകദേശം ഇവിടെയായിട്ട് വരും ഇതിൻ്റെ നീഡിൽ. പിന്നെ ഈ സ്പീഡിലാണ് കാർ ഐഡിൽ ചെയ്യുന്നത്, അതായത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഇത്രയും മൈലായി, 154,562 മൈലായി. പിന്നെ പുറത്ത് 84 ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഇത് പാർക്ക് എന്നുള്ളത്. പിന്നെ മോഡ് ആണ്, എക്കണോമിക് മോഡിലാണ് കാർ ഇരിക്കുന്നത്. 109 മൈൽ പോകുന്ന ഉള്ള ഫ്യൂലും കൊണ്ട്. അതാണിത് വാഹനത്തിൻ്റെ സ്പീഡ്. ഇതൊക്കെ മൈലിലാണ് കാണിക്കുന്നത്. പിന്നെ ഇത് ഫ്യൂൽ എംറ്റി ഫുള്ള്. ഫ്യൂൽ ടാങ്കിൻ്റെ അവിടെ ഒരു ആരോ മാർക്ക് ഇങ്ങോട്ട് കാണിക്കുന്നത് കണ്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ ഫ്യൂൽ ടാങ്ക് ഈ വശത്താണ്, ഇടതുവശത്താണെന്ന്. ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേ. റേഡിയോ ഇങ്ങനെയാണ്. പിന്നെ AM റേഡിയോ 560 AM 560 ഒക്കെ. മീഡിയ നോക്കി കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് വഴി പലതും കേൾക്കാം, പാട്ട് കേൾക്കാം. പിന്നെ അത് പവർ ബട്ടൺ ഉണ്ട്, ഓഫായി. ഓണാക്കണമെങ്കിൽ ഇങ്ങനെ ഞെക്കിയാൽ മതി. വോളിയം കൂട്ടണമെങ്കിൽ ഇങ്ങനെ. ബ്ലൂടൂത്ത് ഓഡിയോ ഇങ്ങനെ. ഇതൊക്കെ വർക്ക് ചെയ്യുമെന്ന് പറ്റി എനിക്കറിയില്ല. യൂട്യൂബിൽ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. ഷഫിള് അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ബ്ലൂടൂത്ത്, ഇതൊക്കെയാണ് ബ്ലൂടൂത്ത് ഉള്ളത്. ഫോണിൻ്റെ അകത്തെ കോളുകളൊക്കെ. പിന്നെ ഇത് കോണ്ടാക്റ്റുകൾ. പിന്നെ സ്റ്റാർ കോണ്ടാക്റ്റുകളൊന്നും ആഡ് ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഫോണിൻ്റെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് കണ്ടില്ലേ, ഇങ്ങനെ കാണിക്കും എത്ര ബാറ്ററി ഉള്ളതെന്ന്. ഞാൻ 80%, 79% ഒക്കെ ചാർജ് ആവുള്ളൂ എൻ്റെ കാറിൽ. ഞാൻ അങ്ങനത്തെ സെറ്റിങ്ങിലാണ് വെച്ചിരിക്കുന്നത്. ബ്ലൂടൂത്ത് ഇങ്ങനെ സംസാരിക്കാനും പറ്റും, പിന്നെ പാട്ടും കൂടെ കേൾക്കാൻ പറ്റും എന്നുള്ള ചിഹ്നമാണ്. പിന്നെ ബ്ലൂടൂത്ത് സിഗ്നൽ സൈന്. പിന്നെ ഫോണിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ കവറേജ്. പിന്നെ ഹോം ബട്ടൺ, പിന്നെ ഫോണിൻ്റെ ബട്ടൺ, പിന്നെ സ്റ്റാർ ചെയ്ത് വെക്കണമെങ്കിൽ എന്തെങ്കിലും എടുത്ത് വെക്കാം. പിന്നെ സെറ്റപ്പിൻ്റെ സൗണ്ടിൻ്റെ പൊസിഷൻ, വോളിയം, ടോണ്. ഈ റിംഗ് ടോണൊക്കെ കുറച്ചിടാം, അല്ലെങ്കിൽ അധികം വരാതിരിക്കാം. ജനറൽ സിസ്റ്റം പ്രോംപ്റ്റ്സ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫോൺ പ്രൊജക്ഷൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയിൽ മീഡിയയുടെ വോളിയം, ഗൈഡൻസിൻ്റെ വോളിയം, ആപ്പിൾ കാർപ്ലേയുടെ ഡീറ്റെയിൽസ്, പൊസിഷൻ. എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് കാറിൻ്റെ എങ്ങോട്ട് വേണം എന്നുള്ള പാട്ടും മീഡിയ അങ്ങനെയുള്ളതൊക്കെ എവിടെ വേണം സെൻറ്റർ എന്നുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണത്. പിന്നെ ടോണ് അങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. പ്രയോറിറ്റി, ഈ ഡിപ്പെൻഡൻറ്റ് വോളിയം കൺട്രോൾ അത് വേണമെങ്കിൽ സെലക്ട് ചെയ്തിടാം. അപ്പോൾ സ്പീഡ് അനുസരിച്ച് കൂടുതൽ ശബ്ദം വന്നോളും. അപ്പോൾ പുറത്തെ റോഡ് നോയ്സിനെ വെച്ച് തന്നെ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഡിഫോൾട്ട് അത് എല്ലാം റീസെറ്റ് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. ഇത് ഹോം ബട്ടൺ, ആപ്സ്, ഇൻഫോ, ക്വിക്ക് എയ്ഡ്. അങ്ങനെ ക്വിക്ക് എയ്ഡ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. സെറ്റപ്പ്, ഡേറ്റ്, ടൈം, സ്ക്രീൻ സേവർ. ഇങ്ങനത്തെ ഡിസ്പ്ലേ വേണോ, ഓഫായി കഴിയുമ്പോൾ എന്ത് വേണം എന്നുള്ളത്. 3:21 PM വേണമെങ്കിൽ അങ്ങനെ ഇടാം. സമയവും ഡേറ്റും കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേ. ഇവിടെ പിന്നെ എയർ കണ്ടീഷൻ്റെ കാര്യങ്ങൾ, ഫ്രണ്ടിൽ ചൂട് വരുത്തുന്നത്, പിന്നെ പുറകിലത്തെ ചൂട്, പിന്നെ എയർ കണ്ടീഷൻ്റെ ബട്ടൺ, ഫാൻ ഓഫാണ്. പിന്നെ ഇങ്ങനെ എങ്ങോട്ട് കാറ്റ് വേണം, താഴേക്ക് കാറ്റ് വേണോ, അങ്ങനെയുള്ള മാക്സിമം AC എന്ന് പറയുമ്പോൾ ഓൾറെഡി റീസർക്കുലേഷൻ മോഡിലെത്തും മാക്സിമം AC യിൽ.